നമസ്കാരം. കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിന് ഇനി അധികം താമസം ഉണ്ടാവില്ല കേട്ടോ. ആ രീതിയിലാണ് മുസ്ലിം തീവ്രവാദികൾ അഥവാ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം തെമ്മാടികൾ പെരുമാറുന്നത്. സുകുമാരൻ നായരുടെയോ വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെയോ ശശികല ടീച്ചറുടെയോ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ അസഭ്യ വർഷമാണ്. ആരുടെ 10,000 പേരുണ്ടെങ്കിൽ, ഈ കമൻ്റ് ഇടുന്നവരിൽ 10,000 പേരുണ്ടെങ്കിൽ അതിൽ 9,999 കമൻറ്റുകളും മുസ്ലിം നാമധാരികളുടേതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെയും ഫേക്കാണെന്ന് പറയാൻ കഴിയൂ? ഈ ഹിന്ദുസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ടാണ് അവർ ഹിന്ദു നേതാക്കന്മാരെ അധിക്ഷേപിക്കുന്നത്. ഒരു സ്ത്രീരത്നമായിട്ടുള്ള അധ്യാപികയായിട്ടുള്ള ശശികല ടീച്ചറെ അവർ വിളിക്കുന്നത്, അത് പിന്നെ അവരെ അമ്മയെ വിളിക്കുന്ന പോലെയുള്ള വാക്കുകളായിരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിക്കാം. സ്വന്തം ഉമ്മയെ ഞാൻ പറയുന്നില്ല, ബാക്കി അത്തരം ആളുകളാണല്ലോ ഈ ലീഗോളികൾ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഈ അധിക്ഷേപങ്ങൾ മുഴുവൻ അവസാന നിമിഷത്തിൽ ഹിന്ദു വിരോധമായിട്ടാണ് പരിണമിക്കുന്നത്. അവർക്കെന്തും പറയാം. അടികൂടാം, തല്ലുകൂടാം, വെട്ടാം, കുത്താം, കൊല്ലാം. എന്നിട്ട് പറയും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും സ്നേഹിക്കണം, നിനക്ക് നിന്റെ മതം, അവർക്ക് അവരുടെ മതം. RSSകാർ അതൊക്കെയാണ് ചെയ്യുന്നത്. അവർ നല്ല കുട്ടുവെച്ചു കൊടുക്കും. ഉത്തരേന്ത്യയിൽ നിന്ന് ഈ മതയോളികൾക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. പുറത്ത് കടന്നാൽ അടിയാ. ബൈബിൾ കണ്ടാൽ ബൈബിൾ പിടിച്ചവനെ അടിയാ, പിടിച്ചു നടക്കുന്നവന്. എന്നിട്ട് അവരെന്ത് പറയും? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രക്കരുണയേവച എന്ന് പറയുകയും ചെയ്യും. സർവഭൂതങ്ങളുടെയും രതിയിൽ ഉല്ലസിക്കുന്നവരായിരിക്കണം നമ്മളെന്ന് അവർ പറയുകയും ചെയ്യുന്ന അർത്ഥം. അതെന്താ ചെയ്യുക? നമ്മൾ ഈ ഗീതയും ഖുറാനും മാറ്റിവെക്കുക. നിങ്ങൾ അപ്പുറത്തൊരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ, ഇയാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ചർച്ച ചെയ്യുക. ഈ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിച്ചിട്ട് അതൊക്കെ ഇസ്ലാം എന്താണെന്ന് അറിയാത്തവരാണ്. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കാണുന്ന 1000 പിള്ളേർ മുഴുവൻ ഇസ്ലാം എന്താണെന്ന് അറിയാതെ ചെയ്യുന്നവരാണ്. തറവാട്ടിൽ കാരണവർ മരുമക്കൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളെ ന്യായീകരിച്ച് അവസാനം അയാളുടെ തലപൊളിയും, നാട്ടുകാരുകൂടി അയാളുടെ തലപൊളിക്കും. അതാണ് ഉണ്ടാകുക. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം താമസിയാതെ കേരളത്തിലൊരു കലാപം ഉണ്ടാകുമെന്ന്. കാരണം ഇവരാരെ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ അവർകളെയാകട്ടെ, സുകുമാരൻ നായർ അവർകളെയാകട്ടെ, ശശികല ടീച്ചറെയാകട്ടെ, ഈ പറയുന്ന മുഴുവൻ അവസാനമായിട്ട് വരുമ്പോൾ ഹിന്ദു വിരോധമായിട്ടാണ് പരിണമിക്കുന്നത്. ബഹുദേവതാരാധനാവാദം ഇതൊരു പോയിന്റാണ് കേട്ടോ. ബഹുദേവതാരാധനവാദം ഇല്ലാത്ത ഒരേ ഒരു മതം ഹിന്ദുമതമാണ്. പക്ഷേ അവർ ഐഡലിനെ വെച്ചിട്ടുണ്ട്, വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. വിഗ്രഹാരാധകരല്ല ഹിന്ദുക്കൾ. ദർ ഈസ് നോ വിഗ്രഹാരാധന. ദാറ്റ്സ് എൻ ഐഡൽ വർഷിപ്പ്. ദാറ്റ് ഈസ് എൻ ഐഡിയൽ വർഷിപ്പ്. വൈ? Through idol they are worshipping. Therefore we are telling that is ideal worship. വഴിയും മാർഗവും. ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ
വഴിയും മാർഗത്തിൽ ഒരുപാട് ബോർഡ് കാണാൻ പറ്റും. തിരുവനന്തപുരം 360, തിരുവനന്തപുരം 300 കിലോമീറ്റർ, തിരുവനന്തപുരം 250 കിലോമീറ്റർ. ഇതൊന്നും തിരുവനന്തപുരം അല്ല, അത് വഴിയും മാർഗങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു മീഡിയം ആവശ്യമാണ്. Therefore, we are using idol for an ideal worship, not for direct worship. സർവം ബ്രഹ്മമാണ്. അതേസമയത്ത് മക്ബറകൾ, ശവക്കുഴികൾ, മക്കാമുകൾ ഇതിലേക്കും പൂജിക്കുന്നത് എന്ത് ഇസ്ലാമികമാണ്? അതെല്ലാം ഹറാമല്ലേ വാസ്തവത്തിൽ? പറയുമ്പോൾ നെറ്റി ചുളിച്ചിട്ട് കാര്യമില്ല. ഒരാളെനിക്ക് ഇതിൻ്റെ ഇടയിൽ അയച്ചു തന്നൊരു കാര്യമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുകയാണ്, ലീഗുകാരനായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഖുർആൻ ബാധകമല്ല, അള്ളാഹു എന്ന പരമസങ്കല്പം അവർക്ക് ബാധകമല്ല, പ്രവാചകന്റെ ചിന്തകളും പ്രവർത്തികളും അവർക്ക് ബാധകമല്ല, അവർക്ക് അവരുടെ ആസനദ്വാരത്തിൽ സ്വർണം വെച്ച് കടത്താം. ദാറ്റ് ഈസ് ഇസ്ലാം. യത്തീം ഖാനയിലെ കുട്ടികളുടെ ഫണ്ട് എടുത്ത് തക്കാം നക്കാം. ദാറ്റ് ഈസ് ഇസ്ലാം. ജ്വല്ലറി തട്ടിപ്പ് നടത്താം. ഇസ്ലാം. കഞ്ചാവ് കച്ചവടം നടത്താം. പിന്നെ MDMA. ഇപ്പം കഞ്ചാവയ്ക്കും പഴഞ്ചനായി. കഞ്ചാവ് കച്ചവടം നടത്താം. ഇസ്ലാം. കാരണം എന്താണ്? അയാൾ മുസ്ലിം ലീഗാണ്. പലിശയുടെ സ്ഥാപനങ്ങൾ നടത്താം, വാങ്ങാം, കൊടുക്കാം, എല്ലാം ചെയ്യാം. കാരണം എന്താണ്? ഞങ്ങൾ മുസ്ലിം ലീഗുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഇസ്ലാമാണ്. ഇന്ന് കേരളത്തിൽ ഏത് ബാങ്കിൽ പോയാലും നമുക്ക് കാണാൻ കഴിയും, അവിടെ 100 പേരുണ്ടെങ്കിൽ 99 പേര് മുസ്ലിങ്ങളായിരിക്കും. എന്നിട്ട് പറയും പലിശ ഞങ്ങൾക്ക് ഹറാമാണ്, പലിശ ഞങ്ങൾക്ക് ഹറാമാണ്. നാട്ടുകാരെ മന്ത്രവാദ ചരടും കെട്ടി, മന്ത്രവാദ മോദി, മന്ത്രവാദ വെള്ളമോദി, മുടിക്കച്ചവടം നടത്തി അങ്ങനെയൊക്കെയും ജീവിക്കാം. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അത് ഇസ്ലാമാണ്. എന്ത് വേണ്ടാധീനവും എന്ത് തോന്നിവാസവും ചെയ്യാം. കാരണം എന്താണ്? ലീഗായാൽ മതി, അവരതിനെയൊക്കെ ഇസ്ലാമാക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ അവർക്ക് ഇസ്ലാം അല്ല കേട്ടോ. എന്തായാലും ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ടും പറയാതിരിക്കാൻ വയ്യല്ലോ. മദ്രസയിലെ പഠനത്തിൽ 90% പഠിപ്പിക്കുന്നത് എന്താണ്? മാ, പൂ തന്നെ, കൂ, ഇതൊക്കെ തന്നെ അസഭ്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഇവരുടെ പലരുടെയും കമൻറ്റുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതുകൊണ്ട് തന്നെ ഞാനും ആഗ്നേയാസ്ത്രം വരുമ്പോൾ വാരുണമെന്ന നിലയ്ക്ക്, നാഗാസ്ത്രം വരുമ്പോൾ ഗാരുഡമെന്ന നിലയ്ക്ക് അവർ പറഞ്ഞ് അസഭ്യം തിരിച്ചു പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കടിയായി, ചൊറിയായി. നീ ഒരു സന്യാസിയാണോ? സന്യാസിമാരിങ്ങനെ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ, സന്യാസിമാരൊക്കെ എത്ര ഉത്തമന്മാരാണ്. അങ്ങനെ പറയടാ, അങ്ങനെ പറയടാ. ഈ സന്യാസി ശരിയല്ല, അങ്ങനെ പറഞ്ഞോ. പക്ഷേ എത്ര നല്ല സന്യാസിമാരുടെ ലോകമാണത്. നക്കടാ നീ. അതന്നെയാ ഉദ്ദേശിച്ചത്. ഇപ്പം RSSകാരെന്ന് പറയുമ്പോൾ ഇതിൽ കൂടിയും തേനൊലിക്കുന്നുണ്ടല്ലോ. ഗതികെട്ടല്ലേ. ഏതായാലും ഇത്തരം വൃത്തികെട്ട കമൻറ്റുകൾ വരുമ്പോൾ അതിനൊരു ന്യായീകരണവും ഈ തലയെക്കെട്ടുകാർ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? അതെല്ലാം ഫേക്കാണ്. അതെല്ലാം ഫേക്ക് ഐഡിയാണ്. RSSകാർ അബൂബക്കർ എന്നുള്ള പേരിലും, സുലൈമാൻ എന്നുള്ള പേരിലും, അഹമ്മദ് എന്നുള്ള പേരിലും, മുഹമ്മദ് എന്നുള്ള പേരിലും, റിയാസ് എന്നുള്ള പേരിലും ഒക്കെ ചെയ്യുന്നതാണത്രേ. ഓക്കെ. മറ്റൊന്ന്, ഇവർക്കിഷ്ടമില്ലാത്ത, ഇവർക്ക് പ്രിയകരമല്ലാത്ത
എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ തന്തയ്ക്ക് വിളിക്കുന്നു, ഉടനെ തള്ളയ്ക്ക് വിളിക്കുന്നു. എടാ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്നവൻ അല്ലേടാ നീ എന്ന് വിളിക്കുന്നു. എന്നെ മാത്രമല്ല എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ന്യായീകരണം പിന്നാലെ വരും. ഖുറാനിലെ വചനങ്ങൾ ഉദ്ധരിക്കും. മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കരുത്, തള്ളയ്ക്ക് വിളിക്കരുത് എന്ന് ഖുറാനിൽ ഇത്രാമത്തെ പേജിലെ ഇത്രാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ ഹദീസായിട്ടോ ഇത്രാമത്തെ ആയത്തായിട്ടോ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ ഇത് വിളിക്കില്ല, ഇത് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന്. അതങ്ങനെ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയോ അതും നമ്മൾ കാണുന്നുണ്ടല്ലോ. പിന്നെ പ്രായവും മരണവും നിശ്ചയിക്കുന്നത്, ജീവിതം എത്ര നാളെന്ന് നിശ്ചയിക്കുന്നത്, എവിടെ പിറക്കണം, ഏത് അമ്മയുടെ ഗർഭത്തിൽ പിറക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത്, ഒരു പുൽക്കുടി കിടന്ന് ആടുന്നത് പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയാലാണെന്ന് ഇവരിങ്ങനെ കൂടെ കൂടെ പറയും. ശേഷം ഇതേ പന്നന്മാർ തന്നെ തീരുമാനിക്കും നിന്റെ ആയുസ് ഒടുങ്ങാറായി എന്ന്. ഇവൻ്റെ വാപ്പ ഇവനേക്കാൾ പ്രായം കുറഞ്ഞതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഒരു വാപ്പയ്ക്കും ഒരു ഉമ്മയ്ക്കും കൂടിയിട്ടാണല്ലോ ഒരു മകനുണ്ടാകുക. മകന് വയസ്സ് 35, വാപ്പയ്ക്ക് വയസ്സ് 15. അങ്ങനെ വരൂ. അപ്പോൾ 35 വയസ്സുള്ള ഒരു തെമ്മാടി ആയിട്ടുള്ള ലീഗോളിക്ക് ചുരുങ്ങിയത് 35, 40, 45, 55 വയസ്സുള്ള ഒരു വാപ്പയാണ് ഉണ്ടാകുക. അയാളെ നീ എന്താടാ വിളിക്കുക? തെണ്ടി, തെമ്മാടി, കിളവൻ എന്നാണോ വിളിക്കുക? കുഴിയിലേക്ക് കാല് നീട്ടാറായി എന്ന് പറഞ്ഞ് അവഹേളിക്കുമോ നീ? അവഹേളിക്കും. ആയതുകൊണ്ടാണ് എല്ലാവരും പറയാറുണ്ട്, വെടിയേറ്റപ്പോഴും മഹാത്മജി പറഞ്ഞത് ഹേ റാം എന്നാണ്. അയ്യോ പിടിക്കവനെ എന്നല്ല പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് അതേ പരിചയമുള്ളൂ. ജീവിതം മുഴുവൻ ഹേ റാം എന്ന് പറഞ്ഞ് മഹാത്മജി വെടിയേറ്റപ്പോഴും ഹേ റാം എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഏതൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും ഈ പന്നന്മാർ, ഈ മതയോളികൾ തന്തയ്ക്ക് വിളിക്കുന്നു, തള്ളയ്ക്ക് വിളിക്കുന്നു. വീടിനകത്തും അതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, സംശയമില്ല. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയും ദീനും ഒക്കെ അപ്രസക്തമാകുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഗാസയിൽ 35,000 കൊച്ചു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. അത് പ്രായമായിട്ടായിരുന്നോ? അവർ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുകയായിരുന്നു. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇവർ പറയുന്ന ഈ പരമദൈവതത്തോട്, അഥവാ ഇപ്പോൾ അവർ പറയുന്ന ദൈവത്തോട്, അഥവാ ദൈവാഹുവിനോട് എന്ത് തെറ്റാണ് ആ കുഞ്ഞുങ്ങൾ ചെയ്തത്? പോട്ടെ, ഒരാളുടെ ജനനവും ജീവിതവും മരണവും നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ദേവാഹു അല്ലെങ്കിൽ ദൈവം. ദൈവാഹു ആയല്ലോ, അതാണല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദൈവം, ദൈവാഹു. ഒരാളുടെ ജീവിതവും മരണവും നിശ്ചയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദുവാണ്. എൻ്റെ മരണം നിശ്ചയിക്കുന്നത് നിന്റെ ഗോഡാഹുവോ ദൈവാഹുവോ അല്ല, അത് യമധർമ്മ മഹാരാജാവാണ്. നിന്റെ ഇപ്പോൾ തലയെക്കെട്ടുകാർ ഒരുപാട് വകുപ്പുണ്ട്. ഞാനൊന്നും ഇങ്ങനെ കരുതിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ തലയെക്കെട്ടുകാർ അവർ വിസർജിച്ചത് അവരുടെ എതിരാളികളായിട്ടുള്ള തലയെക്കെട്ടുകാരുടെ വായിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലൂടെയാണ്. ഈ യൂട്യൂബിലൂടെയുള്ള ഇസ്ലാമിക മാലിന്യത്തിൻ്റെ വിതറൽ അത് ഹലാലാണോ ഹറാമാണോ? ശവക്കുഴികളിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത്, മെഴുകുതിരിയും നിലവിളക്കും കത്തിച്ചു വെക്കുന്നത്,
പച്ച തുണി കൊണ്ട് മൂടുന്നത് ഇത് ഹറാമാണോ ഹലാലാണോ? മക്ബറകളിലും മഖാമുകളിലും നടത്തുന്ന പൂജകൾക്ക് തുല്യമായിട്ടുള്ള പ്രവൃത്തികൾ ഇസ്ലാമികമാണോ? അത് ഹലാലാണോ ഹറാമാണോ അനുവദനീയമാണോ? മുസ്ലിം പെണ്ണുങ്ങൾ തങ്ങളുടെ കൈപ്പടം മാത്രമേ പുറത്ത് കാണിക്കാവൂ എന്ന് പലപ്പോഴും പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് ഈ ഉസ്താദുമാർ. പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോൾ ചാക്കിട്ട് മൂടിയ പെണ്ണുങ്ങളെ ഒരു ഭാഗത്ത് ചുറ്റും തിരശീലയിട്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്, അവിടെ കൊണ്ട് ആനസ്തനസ്ഥരാക്കുന്നത് കണ്ടിട്ടുണ്ട്. ആണുങ്ങൾ അങ്ങോട്ട് കാണാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ട് കാണാം കേട്ടോ. ആണുങ്ങൾ പെണ്ണുങ്ങളെ കണ്ടാൽ അവർക്ക് വികാരം, അവർക്ക് ഉദ്ധാരണം സംഭവിക്കും. പെണ്ണുങ്ങൾക്കുണ്ട് ഈ ഉദ്ധാരണം, അത് മറ്റുള്ളവർക്ക് അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും ഈ ഫാത്തിമ തഹലിയ പോയിരിക്കുന്നത് അപ്രകാരം ചാക്കുമൂടിയായിട്ടാണോ? അവിടെയുള്ള MLA-മാരിൽ നിന്ന് മാറിയിട്ട് ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണോ ഈ പെണ്ണിനെ? അവർ കാണിച്ചത് ഇസ്ലാമിക പ്രവൃത്തിയാണോ അതോ ഹറാം പറപ്പിൻ്റെ പ്രവൃത്തിയോ? ഖബർ ആരാധന ഇപ്പോൾ എല്ലായിടത്തും നടത്തുന്നുണ്ട്. ഖബറിൻ്റെ ഇടങ്ങളിൽ പോയിട്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അഹമ്മദാബാദിൽ വെച്ചിട്ട്. CM മടവൂർ എന്നയാളെ സംബന്ധിച്ചുള്ള പല വാർത്തകളും കാണുന്നുണ്ട്. അള്ളാഹുവിന് ഒരു ഇടനിലക്കാരനില്ല എന്ന് പറയുകയും ഇങ്ങനെയുള്ള പല കൂശുമാണ്ടങ്ങളെ ഇടനിലക്കാരായിട്ട് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത് ഇസ്ലാമികമാണോ? മുടിക്കച്ചവടത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. മുടിക്കച്ചവടത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അത് ബോഡി വേസ്റ്റാണ്, അത് ആരാധനയ്ക്ക് അർഹമല്ല എന്നാണ് പറഞ്ഞത്. ആ പിണറായി വിജയൻ്റെ വാലിൽ തൂങ്ങി നടക്കുകയല്ലേ ആ മുടിക്കച്ചവടക്കാരനും അയാളുടെ മകനും. അതോടൊപ്പം തന്നെ കുനിഞ്ഞിരുന്ന് സംഘപരിവാറിൻ്റെ ചെരുപ്പും നക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനായിട്ട്, ധനസമാഹരണത്തിനായിട്ട്, അധികാരത്തിനായിട്ട് നിങ്ങളെല്ലാ വിശ്വാസങ്ങളെയും ഒപ്പം പരമദൈവതമായിട്ടുള്ള അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും വിശുദ്ധ ഖുറാനെയും നിങ്ങൾ വളച്ച് ഒട്ടിച്ച് ചതച്ച് പിരിച്ച് സമൂഹത്തിന് മുൻപിൽ, മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ കാണിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുകയാണ്. താമസിയാതെ ഈ പരിപാടി ഇതുപോലെ തുടർന്നാൽ ഹിന്ദു ധ്വംസനം, തേജോവധം അത് വലിയ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഇരയായിട്ട് അവർ കാണുന്നത് നായർ സർവീസ് സൊസൈറ്റിയുടെ പരമോന്നത നേതാവായിട്ടുള്ള സുകുമാരൻ നായർ അവർകളെയും ഈഴവ സഭയുടെ പരമോന്നത നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവർകളെയുമാണ്. അവരയക്കുന്ന കൂരമ്പുകൾ, പാണക്കാടൻ മലയോളികൾ, അവരുടെ അടിമകളയക്കുന്ന ഈ രണ്ടുപേരുടെ മേലെ അയക്കുന്ന അസ്ത്രങ്ങൾ ചെന്ന് കൊള്ളുന്നത് ഹിന്ദു സമൂഹത്തിൻ്റെ മേലെയാണ്. ആയതുകൊണ്ട് തന്നെ താമസിയാതെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെങ്കിൽ കേരളത്തെ മുസ്ലിം ലീഗോളികളും പാലക്കാട് മതയോളികളും ചേർന്ന് കലാപപൂരിതമാക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങളിപ്പോൾ കൈവശപ്പെടുത്തിയ ചതിയുടെയും വഞ്ചനയുടെയും കൈവശപ്പെടുത്തിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ മനോഹാരിതയെ നിങ്ങൾ അട്ടിമറിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.